ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമയോട് അരികിലേക്ക് എത്തി പ്രോഗ്രാം ഹെഡും രാധികയും അന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിക്കുന്നു. അത് കേട്ട ശ്യാമ വിഷമത്തോടെ പറഞ്ഞു, ഇല്ല മേഡം, എനിക്കിന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എനിക്ക് പാടാനാവില്ല. എനിക്ക് അതുപോലത്തെ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് ശ്യാമ അറിയിക്കുന്നത് കേട്ട് ആ പ്രോഗ്രാം ഹെഡ് ചോദിച്ചു, ശ്യാമ എന്തൊക്കെയാ ഈ പറയുന്നത്? ചാനല് കോടികൾ ഇതിനോടകം മുടക്കി കഴിഞ്ഞു ഈ പ്രോഗ്രാമിന് വേണ്ടി. എന്നിട്ട് നിങ്ങൾ രണ്ടുപേർ മാത്രമേ ഉള്ളൂ, മാനസയും ശ്യാമയും. നിങ്ങൾ രണ്ടുപേർ മാത്രമാണ് ഇന്ന് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് പിന്മാറാൻ പോകുന്നെന്നോ? അതൊന്നും ഇവിടെ പറയാൻ പാടില്ല. ഇപ്പോ ഈ അവസാന നിമിഷം പാടാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞാൽ ശരിയാവുന്ന കാര്യമല്ല ശ്യാമ എന്ന് ശ്യാമയെ താക്കീത് ചെയ്യുന്നു. അതിനുശേഷം ശ്യാമയോടൊപ്പം നിൽക്കുന്ന ശ്യാമയ്ക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ആ മേഡത്തോട് ശ്യാമയുടെ ഫോൺ വാങ്ങിച്ചു വെക്കാനായി അറിയിച്ചു. ഇനി ഒരു കോളും അറ്റൻഡ് ചെയ്യണ്ട, ഇവിടുത്തെ പ്രോഗ്രാം മാത്രം മതി. നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും നമ്മളെ നേരിടും, പക്ഷെ അതൊന്നും ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും അതിൽ പതറാൻ പാടില്ല. എന്തായാലും ഇന്ന് ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തേ പാടുള്ളൂ. ശ്യാമ തീർച്ചയായിട്ടും പാടണം. വേഗം ഫ്രഷ് ആയിട്ട് വന്ന് പ്രാക്ടീസ് തുടങ്ങാൻ നോക്കുക എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകുമ്പോ ശ്യാമ ആകെ തകർന്ന മനസ്സുമായി അവിടെ ഇരിക്കുന്നു. അപ്പോഴേക്കും അഖിലിന്റെ സുഹൃത്ത് അഖിലിന്റെ അരികിലേക്ക് എത്തി. അഖിലിന്റെ ഭാര്യയാണ് പാട്ട് പാടുന്നതെന്നും ഇങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ ഇത്രയും നന്നായിട്ട് ശ്യാമ പാടുമെന്നൊന്നും തനിക്ക് അറിയില്ലായിരുന്നെന്നും ഞാൻ ശ്യാമയുടെ ഒരു ഫാനായി മാറിയിരിക്കുകയാണ്. എന്തായാലും എന്റെ കുടുംബവും വന്നിട്ടുണ്ട്. പ്രോഗ്രാമിന് ശേഷം ശ്യാമയെ ഒന്ന് പരിചയപ്പെടുത്തണം എന്നൊക്കെ അഖിലിനോട് അവർ ആവശ്യപ്പെട്ടു. ഈ സമയത്ത് ആനന്ദ നിലയത്തിൽ നിന്ന് ഏവരും അവിടെ പ്രോഗ്രാം നടക്കുന്ന ചാനലിന്റെ ആ ഫ്ലോറിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ സമയത്ത് മ്യൂസിക് റിയാലിറ്റി ഷോയിൽ എല്ലാവരും അത് പങ്കെടുക്കാനായി, അത് കാണുവാനായി അവിടേക്ക് വരുന്ന സമയത്ത് ഐശ്വര്യ മാത്രം ആകെ വിഷമത്തോടെ പിന്നിലേക്ക് പോകുന്നത് കണ്ട് വസുന്ധര ചോദിച്ചു, എന്താ ഐശ്വര്യ, എന്താ താനിങ്ങനെ മാറി നിൽക്കുന്നത്? വേഗം മുന്നിൽ കയറി നടക്ക്. അപ്പോഴേക്കും ഐശ്വര്യ വിഷമത്തോടെ വസുന്ധരയോട് പറഞ്ഞു, അമ്മേ, ഇവിടെ നടന്ന സംഭവങ്ങൾ, ഞാൻ നടത്തിയ പ്രകടനം, അതൊക്കെ ഇവിടെയുള്ളവരുടെ മനസ്സിൽ കാണും അമ്മേ. അതുകൊണ്ട് ആ ഷോയൊക്കെ അവർ മനസ്സിൽ വെച്ചുകൊണ്ട് എന്നോട് പെരുമാറിയാലോ എന്ന് ഐശ്വര്യ വിഷമത്തോടെ ചോദിക്കുമ്പോ വസുന്ധര പറഞ്ഞു, അങ്ങനെയൊന്നും സംഭവിക്കില്ല, വേഗം വന്നേ, നമുക്ക് അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് വസുന്ധര ഐശ്വര്യയോട് തന്റെ കൂടെ വരാനായി പറയുന്നു. അങ്ങനെ ഐശ്വര്യ ആകെ വിഷമത്തോടെ വസുന്ധരയുടെ വാക്ക് കേട്ട് അകത്തേക്ക് പോകാമെന്ന് തീരുമാനമെടുക്കുമ്പോ അവിടെ ആനന്ദ നിലയത്തിൽ നിന്നുള്ളവരുടെ വരവ് പ്രതീക്ഷിച്ച് കാത്തുനിന്ന അശ്വതി തന്റെ മകൾ ശ്രീകുട്ടിയും അമൃതയോടൊപ്പം പ്രോഗ്രാം കാണുവാനായി എത്തിയത് കാണുന്നു. എന്റെ മോള് വന്നിട്ടുണ്ടല്ലോ, ശ്രീകുട്ടി, അവളെ എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞല്ലോ എന്നെല്ലാം അശ്വതി ആശ്വസിച്ചു. മോളെ വിളിക്കാമെന്നൊരുങ്ങിയത് തൽക്കാലം വേണ്ട, ആനന്ദ നിലയത്തിലുള്ള എല്ലാവരും ഒപ്പം ഉണ്ടല്ലോ, അതുകൊണ്ട് വേണ്ട എന്ന് സ്വയം അതിൽ നിന്ന് പിന്തിരിയുന്നു. ആ സമയത്ത് അഖിലിനോട് സംസാരിച്ച് സുഹൃത്ത് പോയതിന്റെ സന്തോഷത്തിൽ അഖിൽ അങ്ങനെ നിൽക്കുമ്പോഴേക്കും അവിടേക്ക് രാധിക എത്തി പറഞ്ഞു, അഖിൽ സാർ, ശ്യാമ അവിടെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. സാർ ചെന്ന് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണം, നല്ല രീതിയിൽ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം. കാരണം പാടാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ വിഷമിച്ചവിടെ ഇരിക്കുന്നു. അത് കേട്ട ഉടനെ തന്നെ അഖിലിന് ആകെ ടെൻഷനായി. എവിടെ, എന്താ ശ്യാമയ്ക്ക് പറ്റിയത് എന്ന് അഖിൽ അന്വേഷിച്ചതും അറിയില്ല സാർ, എന്തായാലും സാറ് ചെന്ന് ശരിക്ക് ശ്യാമയെ ഒന്ന് ഉപദേശിക്കണം. നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്താൽ മാത്രമേ ശ്യാമയ്ക്ക് ഇന്ന് ഈ പ്രോഗ്രാമിൽ നന്നായി പെർഫോം ചെയ്യാൻ കഴിയൂ എന്ന് അറിഞ്ഞതും അഖിൽ പറഞ്ഞു, ശരി, ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് അഖിൽ വേഗം ശ്യാമയ്ക്ക് അരികിലേക്ക് ഓടുന്നു. ഇതേ സമയത്ത് രാധിക മനസ്സിൽ ചിന്തിച്ചു, ദൈവമേ, ഇന്ന് ശ്യാമയ്ക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ പ്രോഗ്രാം തന്നെ ആകെ ഫ്ലോപ്പായി പോകുമല്ലോ എന്ന് ആലോചിച്ച് രാധികയും ടെൻഷൻ അടിച്ചിരുന്നു. ഈ സമയത്ത് അഖിൽ വേഗം ശ്യാമയ്ക്ക് അരികിലേക്ക് ഓടിയെത്തി. ശ്യാമ, എന്താടോ, എന്താ തനിക്ക് പറ്റിയത്? താൻ എന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിച്ചതും അഖിലിനെ കണ്ട ഉടനെ ശ്യാമ ചാടി എഴുന്നേറ്റ് വിഷമത്തോടെ പറഞ്ഞു, അഖിൽ സാർ, എന്റെ അപ്പു, എന്റെ അപ്പുവിന് എന്ന് പറഞ്ഞതും അഖിൽ ചോദിച്ചു, എന്താ കാര്യം? എന്താ ശ്യാമേ, എന്താ താൻ കാര്യം പറ. ഉടനെ തന്നെ ശ്യാമ തന്നെ വിളിച്ച് ജയന്തി പറഞ്ഞ കാര്യങ്ങൾ അഖിലിനോട് പങ്കുവെക്കുന്നു. എന്നെ ജയന്തി എടുത്ത് വിളിച്ച് അഖിലിന് അവിടെ അപ്പുവിന് പെട്ടെന്ന് ഒരു ദേഹാസ്വസ്ഥ്യം ഉണ്ടായെന്നും ഇപ്പോ അവൻ ICUലാണെന്നും അവന് 25 ലക്ഷം രൂപയുടെ ഉടനെ തന്നെ ഒരു ഓപ്പറേഷൻ നടത്തണമെന്നുമാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്നും ജയന്തി എടുത്തി തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ശ്യാമ അറിയിച്ചു. അതെല്ലാം കേട്ടതും അഖിൽ പറഞ്ഞു, ശ്യാമേ, ഇക്കാര്യത്തിൽ എത്രത്തോളം വാസ്തവമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ജയന്തി എടുത്തിയാണ്. ഇനി അതല്ല, ഇത് പറഞ്ഞതുപോലെ തന്നെയാണ് അപ്പുവിന് സംഭവിച്ചെങ്കിൽ ഞാൻ ആദ്യം അച്ഛനെ വിളിച്ചൊന്ന് അന്വേഷിക്കട്ടെ. അതോടൊപ്പം തന്നെ അപ്പുവിന് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ 25 ലക്ഷം രൂപയുടെ ഓപ്പറേഷൻ ആണ് വേണ്ടതെങ്കിൽ താനിപ്പോ ഇവിടെ നന്നായി പെർഫോം ചെയ്യണം. ഇവിടുത്തെ ഈ പ്രോഗ്രാമിൽ നന്നായി താൻ പാട്ടുപാടി ഇവിടെ വിന്നറായി കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് 75 ലക്ഷം രൂപയാണ്.
ആ 75 ലക്ഷം രൂപയിലെ 25 ലക്ഷം രൂപ മാത്രം പോരെ നമ്മുടെ അപ്പുവിന്റെ ഓപ്പറേഷൻ നടത്തുവാനായി? അക്കാര്യം ഒന്ന് താൻ ചിന്തിച്ചു നോക്കിക്കേ. അതുകൊണ്ട് മറ്റൊന്നും താൻ ആലോചിക്കേണ്ട. ഇപ്പോ ഈ പ്രോഗ്രാം ഇവിടെ നന്നായി പെർഫോം ചെയ്യുക, അത് മാത്രമേ തന്റെ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ എന്ന് അഖിൽ ശ്യാമയെ ഉപദേശിച്ചു. ശ്യാമ വേഗം ചാടി എഴുന്നേറ്റ് അഖിലിനോട് പറഞ്ഞു, അഖിൽ സാർ, ഇല്ല സാർ, എനിക്ക് പാടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്റെ അപ്പു, അവന് വേണ്ടി എന്റെ മനസ്സ് വല്ലാത്ത ആശങ്കയിലാണ്. അവനെ എനിക്ക് കണ്ടേ തീരൂ. എനിക്ക് പാടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അഖിൽ സാർ എന്ന് പറഞ്ഞ് ശ്യാമ തന്റെ തകർന്ന മനസ്സുമായി അങ്ങ് നിൽക്കുമ്പോൾ അഖിൽ പറഞ്ഞു, എടോ, താൻ അങ്ങനെയൊന്നും ഇപ്പൊ ചിന്തിക്കരുത്. ഇതിലും വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇത് ഭഗവാൻ തന്നോട് കാണിക്കുന്ന അവസാന നിമിഷത്തെ ഒരു പരീക്ഷണം മാത്രമാണ്. അത് മാത്രം താൻ ചിന്തിച്ചാൽ മതി. മറ്റൊന്നും താൻ ഇപ്പോൾ ആലോചിക്കേണ്ടതില്ല. അപ്പുവിന്റെ കാര്യം നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ഈ പരീക്ഷണത്തിൽ താൻ വിജയിച്ചാൽ അപ്പുവിന്റെ ഓപ്പറേഷൻ നമുക്ക് സിമ്പിളായി നടത്തത്തില്ലേ എന്നൊക്കെ ചോദിച്ചതും അഖിലിനോട് ശ്യാമ പറഞ്ഞു, സാർ, എന്നോട് ക്ഷമിക്കണം സാർ, എനിക്ക് കഴിയുന്നില്ല. എനിക്ക് എന്റെ അപ്പു, അവനെ കാണാതിരിക്കാനാകുന്നില്ല. അവന്റെ അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് പാടാനാകുന്നില്ല അഖിൽ സാർ എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചത്ത് കൈവച്ച് ശ്യാമ പൊട്ടിക്കരയുന്ന കാഴ്ച കണ്ട് അഖിലാകെ വിഷമത്തിലായി. ദൈവമേ, ഈ അവസാന നിമിഷം ശ്യാമയുടെ മനസ്സിങ്ങനെ തകർന്നു പോയാൽ പിന്നെ എന്താ ചെയ്യുക? ശ്യാമ ഇതുപോലെ തളർന്നാൽ ഇന്നത്തെ ഈ കോമ്പറ്റീഷൻ തന്നെ ആകെ പ്രശ്നത്തിലാവുമല്ലോ. ഇന്ന് ഇവിടെ നിന്ന് വിജയിയായി ശ്യാമ പുറത്തേക്ക് വരുമെന്നുള്ള എല്ലാവരുടെയും പ്രതീക്ഷയും ഇതോടെ തകർന്നടിയുമല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ചുകൊണ്ട് അങ്ങനെ ശ്യാമയുടെ ആ അവസ്ഥ കണ്ട് അഖിൽ നിൽക്കുമ്പോൾ അവിടെ സിംഗർ ഓഫ് ദി ഇയറിന്റെ ഫ്ലോറിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് പ്രോഗ്രാം തുടങ്ങാനായുള്ള ആങ്കർ അവിടേക്ക് എത്തുന്നു. ആങ്കർ വന്ന് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് പ്രോഗ്രാം ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നും മാനസയും ശ്യാമയുമാണ് ഇന്നത്തെ കോണ്ടസ്റ്റന്റ് എന്നും പറഞ്ഞുകൊണ്ട് അവർ എല്ലാവരോടുമായി അന്ന് നടക്കാൻ പോകുന്ന ആ മത്സരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അറിയിച്ചു. അതിനുശേഷം അവർ പറഞ്ഞു, ഇന്ന് ഇവിടെ ജഡ്ജസ് പാനലിൽ ഇരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്മാരിൽ 2 പേർ അതുപോലെ തന്നെ ഇന്ന് വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ടെന്നും ലതിക മേഡവും ഒപ്പം നമ്മുടെ വിജി തമ്പി സാറും അതിനുശേഷം മൂന്നാമതായി JK സാറിനെ ഇൻവൈറ്റ് ചെയ്യാനായി ഒരുങ്ങിയതും ഉടനെ തന്നെ ആങ്കർ പറഞ്ഞു, നമ്മുടെ ചാനലിൽ ചില പ്രശ്നങ്ങൾ ഈ അടുത്ത കാലത്ത് നേരിട്ടത് കൊണ്ട് ചാനലിന് മൂന്നാമത്തെ ജഡ്ജായ നമ്മുടെ JK സാറിന് പകരം മറ്റൊരാളെ കണ്ടെത്തേണ്ടതായി വന്നു. അതുകൊണ്ട് തന്നെ JK സാറിന് പകരം നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഈ അവസാന നിമിഷത്തെ ഈ റൗണ്ടിൽ ജഡ്ജ് ചെയ്യാനായി എത്തുന്നത് പ്രശസ്ത ഗായികയും നമ്മളെ ഏവരെയും ഹൃദ്യമായ പാട്ടുകൾ കൊണ്ടും ആലാപന ശൈലി കൊണ്ടും വിസ്മയിപ്പിച്ച നമ്മുടെ ഏവരുടെയും പ്രിയങ്കരിയായ ഗായിക വിസ്മയ എന്ന് അനൗൺസ് ചെയ്തതോടെ അവിടേക്ക് വന്ന അഖിലും ശ്യാമയും ഞെട്ടിത്തെറിച്ചു നിൽക്കുന്നു. ശ്യാമയുടെയും അഖിലിന്റെയും പെട്ടെന്നുള്ള ആ ഒരു മറുപടി, ആ ആങ്കർ അങ്ങനെ ഒരാളെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കണ്ട് ആകെ ഞെട്ടിത്തെറിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ JK സാറ് ഫ്ലോറിലേക്ക് വരാനായി തയ്യാറെടുത്തപ്പോഴാണ് JK സാറിന് പകരം അവിടെ ഇന്നത്തെ ജഡ്ജായി വിസ്മയെയാണ് ആ ഫ്ലോറിലേക്ക് എത്തിച്ചിരിക്കുന്നെന്നുള്ള വിവരം അറിയുന്നത്. അത് കണ്ട ഉടനെ വസുന്ധര പതുക്കെ ഐശ്വര്യയോട് പറഞ്ഞു, കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ ദിവസം ശ്യാമ ഞെട്ടുവെന്ന്. ശ്യാമ ഞെട്ടാനായി തുടങ്ങിക്കഴിഞ്ഞു, കണ്ടോ, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്നറിയിച്ച് വസുന്ധര ഐശ്വര്യയോട് വളരെ അഭിമാനത്തോടെ വിസ്മയെ പകരം അവിടുത്തെ ജഡ്ജായി ആ ചാനലുകാരുമായി കൂടുതൽ അടുത്തിടപഴകി അവരെ കൂടുതൽ സ്വാധീനിച്ച് വസുന്ധര ഇത്തവണ വിസ്മയെ ആ ചാനലിലേക്ക് കൊണ്ടുവന്നതിന്റെ സന്തോഷം പങ്കുവച്ചു. ഐശ്വര്യ അതോടെ തന്നെ വിസ്മയാണ് അവിടെ ഇന്നത്തെ ജഡ്ജായി വരുന്നെന്ന് അറിഞ്ഞതിൽ വല്ലാത്ത ടെൻഷനോടെ ശ്യാമയും അഖിലും നോക്കി നിന്നു. വിസ്മയാണ് ഇന്ന് അവിടെ ജഡ്ജ് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും ശ്യാമയ്ക്ക് ഒരു കാരണവശാലും ആ പ്രോഗ്രാമിൽ വിന്നറാകാൻ കഴിയില്ല എന്നുള്ള സത്യം ആനന്ദ നിലയത്തിലുള്ളവരും ഞെട്ടലോടെ മനസ്സിലാക്കി. എല്ലാവരും ഞെട്ടിത്തെറിച്ച് വിസ്മയോ എന്ന് ആശങ്കയോടെ അങ്ങനെ നിൽക്കുമ്പോൾ വിസ്മയ ആ ഫ്ലോറിലേക്ക് എത്തിക്കഴിഞ്ഞു. അങ്ങനെ ജഡ്ജസ് പാനലിലേക്ക് വിസ്മയ വന്ന് കയറിയതിൽ ആകെ നിരാശയോടെ ശ്യാമയും അഖിലും നോക്കി നിന്നു. ഈ സമയത്ത് ഹോസ്പിറ്റലായിരുന്ന അപ്പു വാസുദേവനോടും ദേവകിയോടും പറഞ്ഞു, എനിക്ക് ശ്യാമേച്ചിയുടെ പ്രോഗ്രാം കാണണം അച്ഛാ, എനിക്ക് അവിടെ പ്രോഗ്രാം കാണാനായി പോകണം എന്ന് പറഞ്ഞതും ദേവകി നിർബന്ധപൂർവ്വം അപ്പുവിനെ തന്റെ കയ്യിലിരിക്കുന്ന ഫ്രൂട്ട്സ് തീറ്റിക്കാനായി ശ്രമിച്ചു. അപ്പു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് എനിക്ക് ശ്യാമേച്ചിയെ പോയി കണ്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമേച്ചിയുടെ പ്രോഗ്രാം കാണണമെന്ന് പറഞ്ഞ് അപ്പു ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് എത്തിയ ജയന്തി പറഞ്ഞു, എന്റെ അമ്മേ, അവന് വേണ്ടെന്നല്ലേ അവൻ പറഞ്ഞത്, പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ കുത്തി തിരിക്കാൻ നോക്കുന്നത്, ഇങ്ങോട്ട് താ, ഞാൻ തിന്നാലോ എന്ന് പറഞ്ഞ് കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് അത് ജയന്തി തിന്നുന്നു. ഈ സമയത്ത് ദേവകിയുടെയും
വാസുദേവന്റെ മുഖഭാവം കണ്ട ഉടനെ ജയന്തി പറഞ്ഞു, എന്തായാലും അവന് തിന്നാൻ കഴിയില്ല, തിന്നുന്നവരെങ്കിലും തിന്നട്ടെ എന്ന് പറഞ്ഞ് ജയന്തി അത് വീണ്ടും ആസ്വദിച്ച് കഴിക്കുമ്പോ അപ്പു പറഞ്ഞു, അച്ഛാ, എനിക്കൊരാഗ്രഹമുണ്ട്. എനിക്ക് എന്റെ ശ്യാമേച്ചിയുടെ പാട്ട് കേൾക്കണം. അത് കേട്ട ഉടനെ തന്നെ ജയന്തി പറഞ്ഞു, അതെ, എനിക്കും ഇന്ന് ആ പ്രോഗ്രാം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഇന്നത്തെ അവിടുത്തെ അവസ്ഥ ഒന്ന് നേരിട്ട് കാണേണ്ടതാണ്. ശ്യാമ എന്തായാലും ഇന്ന് നന്നായിട്ടൊന്നും പാടാൻ പോകുന്നില്ല, അത് തീർച്ചയാണ്. ഇന്നത്തെ ദിവസം അവളുടെ പാട്ട് എങ്ങനെയാന്ന് നമുക്കൊന്ന് കാണേണ്ടതായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ജയന്തി തന്റെ ആഗ്രഹം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവിടേക്ക് ഡോക്ടർ എത്തി. ഈ സമയത്ത് ജയന്തി പറഞ്ഞു, ഇവിടെ ഒരു TV വെച്ചാൽ മതിയല്ലോ, എല്ലാവർക്കും ലൈവായിട്ട് കാണാമല്ലോ അത് എന്ന് പറഞ്ഞത്. അപ്പു ചോദിച്ചു, അച്ഛാ, ഒരു TV നമുക്ക് ഇവിടെ വെക്കാൻ കഴിയില്ലേ? അത് കേട്ട ഉടനെ വാസുദേവൻ പറഞ്ഞു, മോനെ, TV ഒക്കെ ഇവിടെ വെക്കാനോ? ഇത് ഹോസ്പിറ്റൽ അല്ലേ, അതൊക്കെ ഡോക്ടറോട് ചോദിക്കാതെ ഒന്നും ചെയ്യാനാവില്ല മോനെ എന്ന് പറഞ്ഞ് അപ്പുവിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടേക്ക് ഡോക്ടർ എത്തി. ഡോക്ടർ വന്ന ഉടനെ, എന്താ അപ്പുവിന് ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ഡോക്ടർ അന്വേഷിച്ചു. ഉടനെ അപ്പു പറഞ്ഞു, അതെ, എനിക്ക് ഇന്ന് എന്റെ ശ്യാമേച്ചിയുടെ പാട്ട് ഉള്ള ദിവസമാണ്. ഇന്ന് ലൈവാണ്, TV-യിലൂടെ എനിക്കതൊന്ന് കാണണം ഡോക്ടറെ. അതൊന്ന് കാണാനായിട്ട് ഡോക്ടർ സമ്മതിക്കുവോ? എനിക്ക് TV-യിലൂടെ ആ പാട്ടൊന്ന് കേൾക്കണം. എന്റെ ശ്യാമേച്ചി ജയിക്കുന്നത് എനിക്ക് കാണണം. അത് കേട്ട ഉടനെ തന്നെ ഡോക്ടർ പറഞ്ഞു, ശരി, ഇത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതൊന്നും പാടില്ലാത്തതാണ് അപ്പു. പക്ഷെ ഒരു കാര്യം, അപ്പോ ഈ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പാടില്ല, ബെഡിൽ തന്നെ കിടന്നോണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതും, ശരി, ഞാൻ ഇവിടെ നിന്ന് അനങ്ങില്ല എന്ന് അപ്പു വാക്ക് നൽകി. ഉടനെ വാസുദേവനെ കൂടി ഒന്നുകൂടി ഓർമ്മിപ്പിച്ച് ഡോക്ടർ പറഞ്ഞു, അതെ, ശ്രദ്ധിച്ചോണം കേട്ടോ, അപ്പു ഈ ബെഡിൽ തന്നെ കിടക്കാൻ പാടുള്ളൂ, ബാക്കിയൊന്നും അപ്പു എഴുന്നേക്കാനോ ബഹളം വെക്കാനോ ഒന്നും പാടില്ല, അത് നിങ്ങൾ നോക്കിക്കോണം എന്ന് പറഞ്ഞതും, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം എന്ന് വാസുദേവൻ സമ്മതിച്ചു. എന്നാൽ അടുത്ത് വരുന്ന നേഴ്സിനോട് പറഞ്ഞു, അതെ, വേഗം അവിടെ റിസപ്ഷനിൽ പറഞ്ഞ് ഇവിടെ ഓഫീസിൽ പറഞ്ഞിട്ട് ഇവിടെ ഒരു TV സെറ്റ് ചെയ്യാനായിട്ടുള്ള ഏർപ്പാട് ചെയ്യാനായി ഡോക്ടർ അറിയിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് പോയത്. അപ്പൊ പറഞ്ഞു, കണ്ടില്ലേ, എന്റെ ശ്യാമേച്ചി ജയിക്കുന്നത് എനിക്ക് നേരിട്ട് കാണാൻ കഴിയും. ഡോക്ടർ എന്റെ ആഗ്രഹം സാധിച്ചു തന്ന കണ്ടില്ലേ അച്ഛാ എന്ന് പറഞ്ഞതും ഉടനെ ഇത് കേട്ടു നിന്ന ജയന്തി പറഞ്ഞു, പിന്നെ ഇന്നത്തെ ദിവസം അവള് ജയിച്ചത് തന്നെയാ. നോക്കി നിന്നോ, എന്റെ അപ്പു എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് നിലവിളിക്കുക മാത്രമേ അവിടെ ശ്യാമ ചെയ്യുകയുള്ളൂ. അല്ലാതെ നീ പറഞ്ഞതുപോലെയൊന്നും ഇന്ന് പാട്ട് പാടാനൊന്നും അവളെ കൊണ്ട് കഴിയില്ല. ഇന്നത്തെ ഈ പാട്ടിൽ ആരാ ജയിക്കുന്നറിയാവോ? ആ മാനസ, അവൾ തന്നെയാണ് ഇന്ന് ഈ പ്രോഗ്രാമിൽ വിജയിക്കാൻ പോകുന്നത്, നോക്കിക്കോ നീ എന്നൊക്കെ പറഞ്ഞതും അത് കേട്ട ഉടനെ ജയന്തിക്കാകെ ടെൻഷൻ. ജയന്തി പറയുന്നത് കേട്ട് വാസവൻ ടെൻഷനോട് ചോദിച്ചു, അതെങ്ങനെ, എങ്ങനെയാ ശ്യാമ ഇക്കാര്യം അറിയുന്നത്? അപ്പോഴേക്കും അപ്പു ചോദിച്ചു, ശ്യാമേച്ചിയോട് ജയന്തി എടുത്ത് വിളിച്ച് പറഞ്ഞോ ഇക്കാര്യം? അത് കേട്ട ഉടനെ ജയന്തി പറഞ്ഞു, ഏയ് ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. അല്ല, നീ ഇത്രയും നേരമായിട്ടും അവിടെ ചെല്ലാതിരിക്കുമ്പോ അവൾക്ക് എന്തായാലും സംശയം തോന്നുമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അതെ അമ്മേ, അച്ഛാ, എനിക്കൊന്ന് പുറത്തു പോകണേ, ഒരു അത്യാവശ്യ കാര്യമുണ്ട് എന്ന് പറഞ്ഞ് ജയന്തി വേഗം തന്റെ മൊബൈൽ ഫോണും എടുത്ത് അവിടെ നിന്ന് തടിത്തപ്പി. അതോടെ അപ്പുവിന് മനസ്സിലായി, ജയന്തി എടുത്തി ശരിക്കും ശ്യാമേച്ചിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്റെ അവസ്ഥ, അതുകൊണ്ട് ശ്യാമേച്ചിക്ക് ചിലപ്പം പാട്ട് പാടാൻ കഴിയാതെ പോകുന്നത് അത് തീർച്ചയാണ്. ശ്യാമേച്ചി അറിഞ്ഞു കാണും എനിക്ക് വയ്യാന്നുള്ള കാര്യം, അതുകൊണ്ടാണ് ജയന്തി എടുത്തി ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ആകെ വിഷമത്തോടെ അപ്പു ഓർത്തു. ഈ സമയത്ത് സിംഗർ ഓഫ് ദി ഇയറിന്റെ പ്രോഗ്രാമിൽ ആദ്യത്തെ കണ്ടസ്റ്റന്റായ മാനസ പാടാനായി എത്തുന്നു. അങ്ങനെ മാനസയെ സ്വാഗതം ചെയ്തതോടെ വളരെ സന്തോഷത്തോടെ മാനസ ഫ്ലോറിലെത്തി പാട്ട് പാടുന്നു. ആ പാട്ട് കേട്ട എല്ലാവരും വലിയ ആശ്ചര്യത്തോടെയും ആഘോഷത്തോടെയും ആ പാട്ട് അങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോൾ അപ്പുവിനെ കാണാനായി റൂമിൽ സെറ്റ് ചെയ്ത് കൊടുത്ത TV-യിലൂടെ ആ പ്രോഗ്രാം ജയന്തിയും വാസുദേവനും ദേവകിയും എല്ലാവരും കണ്ടു. മാനസ തകർത്ത് പാട്ട് പാടിയത് കേട്ട് എല്ലാവരും ചാടി എഴുന്നേറ്റ് കൈയടിച്ചു. ഈ സമയത്ത് ആകെ വിഷമിച്ചു നിന്ന ശ്യാമ ഇത്തവണ തനിക്കിതിൽ വിന്നറാകാൻ കഴിയില്ലല്ലോ എന്ന വേദനയിൽ അങ്ങനെ ഇരിക്കുമ്പോ അവിടെ ജഡ്ജസ് പാനലിൽ വിസ്മയം വന്നു നിന്ന് ആ പ്രോഗ്രാം കണ്ട സന്തോഷത്തോടെ എല്ലാരും കൈയടിക്കുന്ന കണ്ടപ്പോ ദേവകി ആകെ വിഷമത്തോടെ ജയന്തിയെ നോക്കി. ജയന്തി വലിയ സന്തോഷത്തിൽ കൈയടിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ഇന്ന് ശ്യാമ പൊട്ടും, അത് തീർച്ചയാണ്, അതുപോലെയുള്ള പാട്ടല്ലേ മാനസ പാടിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് ജയന്തി വലിയ സന്തോഷം പ്രകടിപ്പിച്ചതും ദേവകി ദേഷ്യത്തോടെ ജയന്തിയെ നോക്കുന്നു. ഈ സമയത്ത് ജയന്തിയുടെ ആ നോട്ടത്തിൽ നിന്നും ദേവകി തന്റെ മകൾക്ക് വേണ്ടി ജയന്തി ചെയ്തിരുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും അവളുടെ ജീവിതം സുരക്ഷിതമാകാനായിട്ടുള്ള കാര്യങ്ങളല്ലെന്നും അവളെ തകർക്കുന്നതിന് വേണ്ടിയാണ് ജയന്തി ഇക്കാര്യം വിളിച്ച് പറഞ്ഞതെന്നും ദേവകിയും മനസ്സിലാക്കി. അപ്പോഴേക്കും പാട്ടുപാടി അവസാനിപ്പിച്ചു കഴിഞ്ഞ മാനസയുടെ അരികിലേക്ക് ആങ്കർ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്നത്തെ ഈ പാട്ടിനെ കുറിച്ച് ജഡ്ജസ്മാരുടെ അഭിപ്രായം എന്താണെന്ന് കേൾക്കാം എന്ന് പറഞ്ഞതും ലളിത ടീച്ചർ മാനസയുടെ പാട്ടിന് ഗംഭീരമായിട്ടുള്ള പെർഫോമൻസും പാട്ടുമായതുകൊണ്ട് ഞാൻ 10 മാർക്ക് നൽകുന്നു എന്ന് പറഞ്ഞു.
അത് കേട്ടതോടെ വലിയ സന്തോഷത്തോടെ എവരും കൈയടിച്ചു. അതിനുശേഷം വിജയ് സംബിത് സാറിനോട് അന്വേഷിച്ചതും അദ്ദേഹം മാനസയുടെ പാട്ട് ഗംഭീരമായിരുന്നുവെന്നും ഞാൻ മാനസയ്ക്ക് 9 മാർക്ക് തരുന്നുവെന്നും അറിയിക്കുന്നു. അങ്ങനെ മാനസയ്ക്ക് ടോട്ടൽ മാർക്ക് കിട്ടിയതിന്റെ സന്തോഷത്തിൽ എല്ലാവരും അങ്ങ് നിൽക്കുമ്പോൾ അടുത്ത ജഡ്ജായ വിസ്മയക്ക് നേരെ തിരിഞ്ഞു മറ്റുള്ളവർ. ആ സമയത്ത് വിസ്മയ എന്താണ് പറയുന്നതെന്നും വിസ്മയുടെ മാർക്ക് എത്രയാണ് മാനസയ്ക്കായി നൽകുന്നത് എന്നറിയുവാനായി ടെൻഷനോടെ ശ്യാമയും അഖിലും കാത്തു നിൽക്കുമ്പോൾ വിസ്മയ ശ്യാമയെയും അഖിലിനെയും നോക്കി പുഞ്ചിരിക്കുന്നു.